ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന സാധനം വേണ്ടില്ലായിരുന്നു എന്നാണ് ഇപ്പം ഞാൻ ചിന്തിക്കാറ്. ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നത് മതത്തിലേക്ക് ഒരാളെ കൊണ്ടുവരുന്നതിന്റെ പുണ്യം എത്രത്തോളം ഉണ്ട്, അത് ചുമന്ന ഒട്ടകത്തേക്കാൾ മൂല്യമുള്ളതെന്നാണ് പറയുന്നത്. സ്വകാര്യ ഭാഗങ്ങളിൽ ചില ഇസ്ലാം ചിഹ്നങ്ങൾ പച്ചകുത്തിയതായി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ശാരീരികമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് ഇസ്ലാം പറയുന്നുണ്ട്. യഥാർത്ഥ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അത് ഹൂറി പോയിന്റ്സ് നേടാൻ വേണ്ടിയാണ്. മുസ്ലിം സ്ത്രീകളുടെ ഏറ്റവും വലിയ തടസ്സം ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള തടസ്സം, അതിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ പറ്റാതെയുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് ആര് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രിവിലേജുകളാണ് ഇസ്ലാം എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നത്. അവരുടെ അടിമുടി, അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുക എന്നുള്ളതാണ്. നിങ്ങളിലൂടെ ഒരാൾ മതത്തിലേക്ക് ഒരാൾ വന്നാൽ ഇന്ന് ദഅവത്ത് നടത്തിയിട്ട് ആശയത്തിന്റെ പേരിൽ എന്തിലാണ്, അത് ഇത്രമാത്രം പുണ്യപ്രവൃത്തിയാണ്. ഇസ്ലാം ചട്ടക്കൂടിനുള്ളിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീ എങ്ങനെയാണ് ജീവിക്കേണ്ടി വരുന്നത്? ഞാൻ പറയാ, ഇപ്പൊ തന്നെ ലോകത്ത് മുസ്ലിങ്ങൾക്ക് ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇന്ത്യയാണ്. അത് കൂടുതൽ മികച്ച ഒരു സ്വർഗമായിട്ട് മാറുന്നതാണ് ഞാൻ പറയാം. കാരണം അപ്പൊ ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം ബോധമുള്ള മുസ്ലിങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് പ്രചരിച്ചു കഴിഞ്ഞാൽ ഈ ജിഹാദിത്തരം ഇവിടെ വളരില്ല. പോപ്പുലർ ഫ്രണ്ടുകാർ പോലും ഫേസ് ചെയ്ത പ്രശ്നമാണ് ഞാൻ ഈ പറയുന്നത്. അത്ര തീവ്രമായി നമ്മുടെ നാട്ടിൽ ഒരു ഹോം ഗ്രൗൺ ടെറർ ഔട്ട്ഫിറ്റാണ്. അവർക്ക് പോലും ഫേസ് ചെയ്യേണ്ടി വന്നൊരു പ്രശ്നമാണ്. ഇസ്ലാം ചട്ടക്കൂടിനുള്ളിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീ എങ്ങനെയാണ് ജീവിക്കേണ്ടി വരുന്നത്? ഏതൊരു പാട്രിയാർക്കൽ സമൂഹത്തിൽ എങ്ങനെയാണോ ഒരു സ്ത്രീ ജീവിക്കുന്നത് അതേപോലെ തന്നെയാണ് ഒരു സ്ത്രീയുടെ ഒരു അവസ്ഥ ഒരു ഇസ്ലാമിക സമൂഹത്തിൽ. പക്ഷെ കുറച്ചും കൂടി കൂടുതൽ ഒരു ഡിഗ്രി കൂടുതൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ ആ ഒരു ബുദ്ധിമുട്ട് ആ മുസ്ലിം സ്ത്രീക്ക് മനസ്സിലാക്കാൻ വലിയ പാടായിരിക്കും. കാരണം ആ സ്ത്രീ എവിടെ നോക്കിയാലും കാണുന്നത് ഇതൊക്കെ തന്നെയാണ്. അതിപ്പോ ഈ ഹിന്ദു മതത്തിലോ അല്ലെങ്കിൽ ഇപ്പോ ക്രിസ്ത്യൻ മതത്തിലോ എവിടെ നോക്കിയാലും. അപ്പോ അങ്ങനെ നോക്കിയാൽ അങ്ങനെ അല്ലാതെയുള്ള സ്ത്രീകളെ കാണാനുണ്ടോ? അതുണ്ട്. ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ആളുകൾ അവർ നോക്കുമ്പോൾ കാണുന്നത് ചില പേരുകളൊന്നും ഞാൻ പറയും, ചില ആളുകളെയൊക്കെ അവർ കാണും. അപ്പോൾ ഇതാണോ, ഇതിനേക്കാൾ ഭേദം ഇതാണ്, ഇങ്ങനെ വിചാരിച്ചിട്ടാണ് അവിടെ. അപ്പൊ നമ്മൾ പറയുന്നത് ഇത് രണ്ട് എക്സ്ട്രീമും നമുക്ക് വേണ്ട. ഇത് നോർമലായിട്ട് ജീവിക്കാനും ഇവിടെ വകുപ്പുണ്ട്. അത് എല്ലാ സമൂഹത്തിലും ആളുകൾ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ ചില മുസ്ലിം സ്ത്രീകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവൊക്കെ ആയിട്ട് ഇവിടെ നടക്കുന്ന ഫാത്തിമ തഹ്ലിയ. നമ്മൾ അതെടുത്ത് തന്നെ ഞാൻ പറയാണ്. കാരണം പുള്ളിക്കാരി സ്വയം പറയുന്നത് ഒരു മുസ്ലിം വനിതയാണ്, ഇസ്ലാം ഇങ്ങനെയാണ്, ഞാനാണ് ഇസ്ലാമിന്റെ ഒരു 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 റിഫ്ലക്ഷൻ എന്നുള്ള രീതിയിൽ ഇസ്ലാമിലെ മുസ്ലിങ്ങളുടെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഞാനാണ്. ഇതാണ് ആളുടെ ഒരു നിലപാട്. നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. ഹിജാബിന്റെ വിഷയം വരുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നു, വീട്ടിലെ പ്രസവം വരുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ ഫാത്തിമ തഹ്ലിയക്ക് അഫ്ഗാനിസ്ഥാനിലാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 2018 മുന്നേ ഉള്ള സൗദി അറേബ്യയിലാണെന്ന് വിചാരിക്കാം. എന്തായിരിക്കും ഫാത്തിമ തഹ്ലിയുടെ അവസ്ഥ? അറിയ പോലും. അങ്ങനെ ഒരു ഫാത്തിമ തഹ്ലിയ, ഏത് ഫാത്തിമ? അച്ചാറുണ്ടാക്കുന്ന ഫാത്തിമയാണോ അതോ ഉപ്പുമാങ്ങ ഉണ്ടാക്കുന്ന ഫാത്തിമ? ഇത്രേ വ്യത്യാസമുള്ളൂ. രണ്ടും സാധനം അടുക്കളയിലാണ്. എന്നാൽ ഇന്ന് നമ്മൾ അറിയുന്ന ഫാത്തിമ തഹ്ലിയ പൊതുരംഗത്തേക്ക് വന്നത് എങ്ങനെയാണ്? അതിനുള്ള സാഹചര്യം എവിടുന്നാണ് കിട്ടിയത്? ഇന്ന് ആൾക്ക് സംഗതി ഹിജാബൊക്കെ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ പല വേഷവിധാനത്തോടുകൂടി ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു പ്രിവിലേജ് ഉണ്ട്. അപ്പോൾ മുസ്ലിങ്ങളിൽ തന്നെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ട്. ആ പ്രിവിലേജ് അവരെന്ത് ചെയ്യും? അത് ഈ പ്രിവിലേജ് ഇല്ലാത്ത മുസ്ലിം സ്ത്രീകൾക്ക് എത്തിച്ചു കൊടുത്ത് അവരെ എംപവർ ചെയ്യുന്നതിന് പകരം ഇവരെന്ത് ചെയ്യും? ഇവർ പറയും ഇത് ഇസ്ലാമിന്റെ മഹിമയാണെന്ന് പറയും. എന്നിട്ട് ബാക്കിയുള്ള മുസ്ലിം സ്ത്രീകളെയും കൂടി കൊലക്കി കൊടുക്കും. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുസ്ലിം സ്ത്രീകളുടെ ഏറ്റവും വലിയ തടസ്സം ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള തടസ്സം, അതിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ പറ്റാതെയുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് ആര് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രിവിലേജുകളാണ് ഇസ്ലാം എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന കള്ളത്തരം നടത്തുന്ന തഹ്ലിയെ പോലെയുള്ള ആളുകളാണ് മുസ്ലിം സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് ഞാൻ പറയാം. അപ്പോൾ അത് ഇപ്പോൾ ഖദീജ മുംതാസിനെ പോലെയുള്ള സ്ത്രീകൾ ഇതിനു വേണ്ടിയിട്ട് സ്വത്തവകാശത്തെ കുറിച്ച് പോകുന്നു. സുഹറ, VP സുഹറ, അവരെ പോലെയുള്ള സ്ത്രീകൾ ഇതിനു വേണ്ടിയിട്ട് അവരെന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനോട് എപ്പോഴെങ്കിലും ഈ തഹ്ലിയ യോജിക്കുന്ന എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവർ പറയുന്ന വാദങ്ങളിൽ എവിടെയെങ്കിലും ഒരു സപ്പോർട്ട് അവർക്ക് VP സുഹറ പറയുന്നത് ശരിയാണ്, അവരുടെ ആ അവകാശത്തോടൊപ്പം നമ്മൾ നിൽക്കണം എന്ന് എപ്പോഴെങ്കിലും ഈ തഹ്ലിയ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇതൊന്നും അവരെ കണ്ണി കാണില്ല. എന്നാൽ VP സുഹറ ഉയർത്തുന്ന പ്രശ്നം വളരെ കാതലായിട്ടുള്ള പ്രശ്നം, തുല്യമായ സ്വത്തവകാശം. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പൊ യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് അവർ പറഞ്ഞു. പക്ഷെ സ്വത്തിൽ തുല്യാവകാശം വേണമെന്ന് പറയുമ്പോൾ അതൊരു മിനിമം മാന്യമായ ഒരു ആവശ്യമാണ്.
അതിനോട് ഒരിക്കലെങ്കിലും ഈ പറയുന്ന തഹ്ലിയെ പോലുള്ള മുസ്ലിം സ്ത്രീകൾ, അത് മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നിയമമായി പറയുന്നത്, അതിനോട് യോജിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ്? ഇസ്ലാമിനെ പൊതിഞ്ഞ് രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു കുലത്തൊഴിൽ, അതിൽ ഏർപ്പെട്ട് നിൽക്കുന്ന ഒരു മുസ്ലിം ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ ഒരു വക്താവ്. അതിന് അവർക്ക് ലഭിച്ചിട്ടുള്ള ചില പ്രിവിലേജസ് അവർ അതിന് ആയുധമാക്കുന്നു. യഥാർത്ഥത്തിൽ മുസ്ലിം ഇതിന്റെ പേരിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നേരിടുന്ന മുസ്ലിം സ്ത്രീകൾ അവർ കൊലക്കി കൊടുക്കുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീകൾ അവരുടെ അവസ്ഥ പരിതാപകരമാണ് എന്ന് തിരിച്ചറിയാനും അതിൽ നിന്ന് പുറത്തു കിടക്കാനും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BP സൂറെ പോലെ, അതല്ലെങ്കിൽ ഖദീജ മുംതാസിനെ പോലെയൊക്കെയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ അല്പമെങ്കിലും കേൾക്കുക. എന്നിട്ട് അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു തീരുമാനം എടുക്കുക. അതിന് ഒരു അനാലിസിസ് അവർ നടത്തിയാൽ തന്നെ അവർക്ക് കാര്യങ്ങൾ വ്യക്തമാണെന്നാണ് ഞാൻ പറയാം. ഇപ്പൊ നമ്മള് ഈ ജിഹാദുമായി ബന്ധപ്പെട്ട്, ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഞാൻ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് അത് കുറച്ചുകൂടി ആളുകളിലേക്ക് എത്താൻ പെട്ടെന്ന് അത് മാറ്റിയേ സഹായിക്കും. പറ്റുള്ളൂ. മാരേജ് ജിഹാദ് എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാ മാരേജ് ജിഹാദ്. ആ. മാരേജ് ജിഹാദുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ചില ഇസ്ലാം ചിഹ്നങ്ങൾ പച്ചകുത്തിയതായി, അല്ലെങ്കിൽ പച്ചകുത്തിയതായി പറയപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ശാരീരികമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് ഇസ്ലാം പറയുന്നുണ്ടോ? പച്ചകുത്തൽ ഇസ്ലാമിൽ ഹറാമാണ്. അതെന്തായാലും ചെയ്തൊന്നും വരില്ല. വേറെ എന്തെങ്കിലും ആയിരിക്കുള്ളൂ. ഇതൊക്കെ ചിലപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു വിഷയം വരുമ്പോൾ പിന്നെ അതിനെ പൊലിപ്പിക്കാൻ വേണ്ടി പലതും ഏച്ച് കെട്ടി അതിനകത്ത്. ഞാൻ പറയുന്നത് ഇതിനൊന്നും ആവശ്യമില്ല. ഒരു ഞാൻ പറഞ്ഞല്ലോ, പ്രണയം വരുന്നു, അതിനകത്ത് നിങ്ങൾ കല്യാണം കഴിക്കാൻ തയ്യാറാകുന്ന സമയത്ത് പന്നിയിറച്ചിയെ ഓർമ്മ വരുന്ന പോലെ ഇസ്ലാമിലെ നിയമങ്ങൾ ഓർമ്മ വന്ന് എന്നാ ഇനിയിപ്പോൾ കല്യാണം കഴിക്കണം. അത് ചിലപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ ഡിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാകാം, തേക്കാൻ വേണ്ടിയിട്ട്, രണ്ടിനാണെങ്കിലും അത് ഉപയോഗിക്കാം. ഓക്കെ. ഇനി ഇത് കൂടാതെ ഇപ്പൊ നമ്മളൊക്കെ ഒരു വിശ്വാസിയായിട്ട് നിന്നിരുന്ന സമയത്ത് നമ്മളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു കല്യാണം കഴിക്കുമ്പോൾ ഒരു അന്യമതത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ച് ആ ഒരു സാഹചര്യം, ആ ഒരു അവസ്ഥ, അതൊരു മതത്തിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ. ഓക്കെ, അതൊരു പുണ്യപ്രവൃത്തിയാണ്. എന്ന് വെച്ചാൽ ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നത് മതത്തിലേക്ക് ഒരാളെ കൊണ്ടുവരുന്നതിന്റെ പുണ്യം എത്രത്തോളം ഉണ്ട്, അത് ചുമന്ന ഒട്ടകത്തേക്കാൾ മൂല്യമുള്ളതെന്നാണെന്ന് പറയാം. ഓക്കെ, എന്ന് വെച്ചാൽ എല്ലാം ഒട്ടക കണക്കുകളാണ്. അപ്പോൾ ചുമന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ വളരെ പ്രിഷ്യസ് ആയിട്ടുള്ള ആണെന്നുള്ള രീതിയിൽ, അപ്പൊ അതിനേക്കാൾ മൂല്യമുള്ള സാധനമാണ് ഈ മതത്തിലേക്ക് ഒരാൾ, സ്ത്രീ പുരുഷനൊന്നുമില്ല, നിങ്ങളിലൂടെ ഒരാൾ മതത്തിലേക്ക് ഒരാൾ വന്നാൽ, നിങ്ങൾ ദഅവത്ത് നടത്തിയിട്ട് ആശയത്തിന്റെ പേരിൽ എന്തിലാണെങ്കിലും അത് ഇത്രമാത്രം പുണ്യപ്രവൃത്തിയാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള ഏത് സാഹചര്യം ഉപയോഗിക്കും. ജോലി സ്ഥലത്ത് നമ്മൾ ചെയ്യും, എല്ലായിടത്തും യാത്ര ചെയ്യുമ്പോൾ വെറുതെ വഴി നിൽക്കുന്ന ഒരാള്, ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പണ്ടൊരിക്കൽ ഇതേപോലെ ബസ് വളരെ ഇടിച്ച് കുത്തി മഴ പെയ്യുമ്പോൾ ഒരു ബസ്സിലേക്ക് ഓടി കയറുകയാണ്. അപ്പോൾ കയറി നമ്മളൊരു സീറ്റിലിരുന്നു, കാലിയായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്രായമായിട്ടുള്ള ഒരാൾ വന്നു. അയാൾ വന്ന് അടുത്ത് നിന്നപ്പോൾ തോന്നി അയാൾക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ചിന്തിക്കണം എന്താണ്, ഞാൻ എന്തിനു എഴുന്നേറ്റ് കൊടുക്കണം? പ്രായമായ ആളായതുകൊണ്ടല്ല, അത് നമ്മൾ ചെയ്യുന്നത് ഒരു പുണ്യപ്രവൃത്തി ആയതുകൊണ്ടാണ്. ഇങ്ങനെ ഞാനൊരു പുണ്യപ്രവൃത്തി ചെയ്താൽ എനിക്ക് അത് വെച്ച് ഹൂറി പോയിന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഹൂറികൾ, ഇങ്ങനെയാണ് ആ കണക്ഷൻ പോവുക. അപ്പോൾ ഒരു യഥാർത്ഥ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അത് ഹൂറി പോയിന്റ്സ് നേടാൻ വേണ്ടി. നമ്മൾ ഈ ഗെയിം നിങ്ങൾ മനസ്സിലായി, നമ്മളെ ടെമ്പിൾ റൺ പോലെയൊക്കെയുള്ള സാധനങ്ങൾ നിങ്ങൾ മനസ്സിലേക്ക് വരെ കോയിൻ കളക്ട് ചെയ്ത് പോകുന്നത് എന്ന പോലെയാണ്. അത് ഹൂറി പോയിന്റ്സ് ആണ് മൊത്തം. നിങ്ങൾക്ക് ഹൂറി പോയിന്റ്സ് ഇങ്ങനെ അതിങ്ങനെ കളക്ട് ചെയ്താണ് നിങ്ങൾ പോകുന്നത്. അപ്പൊ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് അത് കിട്ടും. ഓരോ മുസ്ലിമിന്റെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ എഴുന്നേറ്റ് നിന്ന് അതിനുവേണ്ടി. പക്ഷെ അവിടുത്തെ ട്വിസ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എഴുന്നേറ്റ് നിന്ന് കൊടുത്തപ്പോ ഈ വയസ്സായ ആൾക്ക് ഭയങ്കര സന്തോഷമായി. അയാൾ എന്നോട് ചോദിച്ചു, മോന്റെ പേരെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആരിഫ്. അത് ശരി, എവിടെ വീട്? ഞാൻ പറഞ്ഞു അന്ന് നമ്മൾ കോഴിക്കോടായിരുന്നു. അപ്പോൾ കോഴിക്കോടാണ്. വെറുതെ അല്ല, കോഴിക്കോടൊക്കെ നല്ല മനുഷ്യന്മാരാണ്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല, ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് എഴുന്നേറ്റ് വന്നത് എന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്നത് എന്തുകൊണ്ടാണ് എന്ന് അപ്പുറത്തെ ആള് ചിന്തിക്കുന്നതല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് അവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ എക്സാജറേറ്റ് ചെയ്യുന്നതാണ് എന്ന രീതിയിലാണ് വിശ്വാസികൾ പോലും എടുക്കുക. കാരണം ഇങ്ങനെയല്ല വിശ്വാസികൾ. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ ഞാൻ ഈ പറയുന്ന രീതിയിലല്ല അതും പറയണം. ഇത് എപ്പോഴാണ് വരിക? ഇത് ഈ ദഅവ ഇൻഫ്ലുവൻസ്, ഈ സലഫി ദഅവ ഇൻഫ്ലുവൻസിൽ പെട്ടുപോകുന്ന ഒരു 10-20% ഉള്ളിൽ വരുന്ന മുസ്ലിങ്ങളാണ് ഈ രീതിയിൽ പോകുന്നത്. ബാക്കിയുള്ള മുസ്ലിങ്ങൾ അവരവരുടെ സ്വന്തം അന്നത്തെ ജീവിതം കണ്ടെത്താൻ വേണ്ടിയിട്ട് സലാം പറഞ്ഞും ഹലാൽ ഇറച്ചി കഴിച്ചും പിന്നെ ഒപ്പനപ്പാട്ടും കേട്ടും ഒക്കെ മുന്നോട്ട് പോകുന്ന സാധാരണ മുസ്ലിങ്ങളാണ്. പക്ഷെ ഈ 10-20% വരുന്ന സലഫി ദഅവ ഇൻഫ്ലുവൻസിൽ പെട്ടിട്ടുള്ള ഈ തീവ്രമായി ചിന്തിക്കുന്ന മുസ്ലിങ്ങൾ കാരണം ജീവിതം കോഞ്ഞാട്ടയാവുന്നത് ഈ സാധാരണ മുസ്ലിങ്ങളുടെ ജീവിതമാണ്. അതാണ് ഞാൻ പറയുന്നത്. മുസ്ലിം സ്ത്രീകളുടെ ശത്രു നേരത്തെ തഹ്ലിയെ പോലെയുള്ള ആളുകളാണെന്ന് പറയുമ്പോൾ
മുസ്ലിം സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ശത്രുക്കൾ ആരാണ്? അവരെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, അവരെ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന രീതിയിലേക്ക് ചിന്ത കൊണ്ടുപോകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ്. അത് ഇവിടുത്തെ സലഫികളാണ്. അത് ഇവിടുത്തെ ഈ സലഫികൾ എന്ന് പറയുമ്പോൾ നമ്മൾ സമസ്തയെ കൈയൊഴിയുന്നൊന്നുമില്ല. കാരണം ഈ സമസ്തയും പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇന്നും അവരങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞ് ഈ സ്റ്റേജിൽ നിന്ന് പെൺകുട്ടിയെ ഇറക്കി വിട്ടു. അതെ, ഉപ്പായ്ക്ക് സമ്മാനം കൊടുക്കുന്നത് നമ്മൾ. ഇതൊരു സലഫി ടീച്ചിങ് തന്നെയാണത്. ഓക്കെ, പക്ഷെ നമ്മളാരും അത് സലഫി എന്ന് വിളിക്കാറില്ല. ഇത് തന്നെയല്ലേ താലിബാൻ ചെയ്യുന്നത്. അതെ. അപ്പൊ താലിബാൻ ചെയ്യുമ്പോൾ നമുക്ക് അയ്യെന്ന് പറയാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് സമസ്ത ചെയ്യുമ്പോൾ നമുക്ക് അത് അയ്യെന്ന് പറയാൻ പറ്റുന്നില്ല? അപ്പൊ ഇത് രണ്ട് കണക്കാണ്. പക്ഷെ സമസ്ത കുറേ കൂടി പരുവപ്പെട്ടിട്ടുണ്ട്. അവർ കുറേ കൂടിയും എന്താണ് മാർക്കറ്റ് സെൻസിറ്റീവ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സമൂഹത്തിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് ചില കാര്യങ്ങൾ വിഴുങ്ങും, ചില കാര്യങ്ങൾ ഒളിപ്പിച്ചു. പക്ഷെ സലഫികൾ അങ്ങനെയല്ല. സലഫികൾ നാടെന്ത് പറഞ്ഞാലും ഇവിടെ എന്ത് ഇടിച്ചു തലകുത്തി നിന്നാലും ശരി, ഞങ്ങൾ മതത്തെ ഉയർത്തി വെക്കും. ഇതാണ് അവരുടെ രീതി. അത് ഒരു എക്സ്ട്രീമിസ്റ്റ് ആണ്, ഒരു ഫണ്ടമെന്റലിസ്റ്റ് ആണ്. അവരുടെ ഫണ്ടമെന്റൽസ് റോങ് ആയതുകൊണ്ട് അവർ ഉയർത്തി വെക്കുന്ന ഫണ്ടമെന്റൽസും ഭയങ്കര റോങ് ആയിട്ട് മാറുകയാണ്. അതേസമയം മറ്റവർ കുറച്ചും കൂടി മാലബിൾ ആണ്, ഇങ്ങനെയൊക്കെ മാറ്റാം എന്നൊക്കെ. ഇതിലെല്ലാം ഡേഞ്ചർ ആയിട്ടുള്ള ആളുകൾ ഇത് രണ്ടും അല്ലാതെ വേറൊരു കൂട്ടാണ്. അത് നമ്മളുടെ ജമാഅത്ത് ഇസ്ലാമിക്കാരാണ്. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തക്കിയാണ് അവർ കൂടുതലും കളിക്കുക. നിങ്ങൾക്ക് വേണ്ടേ എന്നാ വേണ്ട, നമുക്ക് മാറ്റാം. പക്ഷെ അത് മാറ്റുന്നില്ല. അവർ തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെക്കുകയാണ്. സമയം വരുമ്പോൾ അവരെടുക്കും. അതാണ്, നിങ്ങൾക്ക് മതരാഷ്ട്രവാദം വേണ്ടേ, വേണ്ട, നമ്മളെടുത്ത് ഒഴിവാക്കുന്നു. പക്ഷെ അതവിടെ ഉണ്ട്. ഇങ്ങനെയാണ് അവർ. അപ്പൊ ഇതാണ് ഈ ഹമാസിനെ പോലുള്ള ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ മാർക്കറ്റിൽ എന്താണെന്നുള്ളത് നോക്കിയിട്ട് അവരതിനനുസരിച്ചിട്ട് തക്കിയ കളിക്കും, എന്നുവെച്ചാൽ ഒളിപ്പിച്ചു വെക്കും. അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇതിൽ വിശ്വസിക്കും ആളുകൾ. അതാണിപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ വി.ഡി. സതീശനൊക്കെ പറയുന്നത് അതാണ്. പഴയ ജമാഅത്ത് ഇസ്ലാമി പഴയ ജമാഅത്ത് ഇസ്ലാമി അല്ല എന്നൊക്കെ പറയുന്നതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി പഴയതെന്നല്ല, ജമാഅത്ത് ഇസ്ലാമി ഒന്നേ ഉള്ളൂ. അവരുടെ അടിമുടി അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് അവരുടെ ഇന്നത്തെ ഭരണഘടനയിൽ അവർ തന്നെ എഴുതി വെച്ചിട്ടുള്ള. അപ്പോൾ പണ്ട് അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്ന് അങ്ങനെ അല്ല എന്ന് പറയുമ്പോൾ ഇന്ന് എവിടെയാണ് അവർ മാറ്റി പറഞ്ഞതെന്ന് കൂടി പറയണ്ടേ? അത് പറയാതെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതെല്ലാവർക്കും ബാധകമാണ്. ഭാവിയിൽ ആര് ചെയ്താലും നമ്മൾ എതിർക്കപ്പെടേണ്ട കാര്യമാണെന്നാണ് പറയുന്നത്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പോ ഇനി എന്തായിരിക്കും കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ ഒരു പോക്ക് ഇനി എങ്ങോട്ടേക്കായിരിക്കും? പോക്ക് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിന് ഇന്ത്യയിൽ മാത്രമായിട്ട് ഒരു പ്രത്യേക പോക്കൊന്നുമില്ല. ആഗോളതലത്തിലുള്ള ഒരു പോക്ക് ഇവിടെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർദ്ധിച്ച ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആണ്. വിക്ടിം ഹാർഡ് ഇറക്കിക്കൊണ്ട് നടത്തുന്ന ആ കാർഡ് പൊളിറ്റിക്സ് തന്നെയാണ്. അത് വളരെയധികം വ്യാപകം. അതാണ് ഇതിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളുടെ സ്ട്രാറ്റജി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഇത് തിരിച്ചറിയിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്, ഇത് ഇവിടെ സംഭവിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പുതിയൊരു ഗോള് നമുക്കുള്ളതുകൊണ്ട് തന്നെ ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന സാധനം വേണ്ടില്ലായിരുന്നു എന്നാണ് ഇപ്പം ഞാൻ ചിന്തിക്കാറ്, പച്ചയ്ക്ക് പറഞ്ഞാൽ. കാരണം ഈ എക്സ് മുസ്ലിം റെലവെൻ്റ് ആവുന്നത് ഇസ്ലാമിക സമൂഹങ്ങളില. ഇപ്പോൾ ഇറാനിൽ ഇപ്പോൾ ഈ വാക്ക് തന്നെ വരുന്നത് ഇറാനിയൻ എക്സ് മുസ്ലിംസ് ആണ് ഇത് കൊണ്ടുവരുന്നത്. ഇറാൻ ഒരു ഇസ്ലാമിക ഭരണകൂടമാണ്. അപ്പോൾ അവിടെ ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എക്സ് മുസ്ലിം ആവുക എന്ന് പറയുമ്പോൾ, എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ഹിന്ദുത്വ വിരുദ്ധനാവുക എന്ന് പറയുന്നത് എങ്ങനെയാണ് റെലവെൻ്റ് ആവുന്നത്? ഞാൻ ഹിന്ദുത്വ പൊളിറ്റിക്സിനെതിരാണ് എന്ന് പറയുന്നത് പോലെ ഒരു സംഗതിയാണ് ഇറാനിൽ നിങ്ങൾ എക്സ് മുസ്ലിം ആവുക. ഇസ്ലാമിക് ഐഡന്റിറ്റി അല്ലെങ്കിൽ മുസ്ലിം ഐഡന്റിറ്റി അതിനെതിരാണ് ഞാൻ, അത് എനിക്ക് വേണ്ട, അതിന് എതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ് എനിക്കുണ്ട് എന്ന് പറയുന്നതാണ് സത്യത്തിൽ ഈ എക്സ് മുസ്ലിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഇസ്ലാമിക സമൂഹങ്ങളിൽ റെലവൻ്റ് ആണ്. ഇറാനിലാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത്. മറിയം നമാസിയെ പോലെയുള്ള ആളുകളാണ് ഇത് മുന്നോട്ട് കൊണ്ടുവരുന്നത്. സൗദിയിൽ അത് റെലവൻ്റ് ആണ്, UAE റെലവൻ്റ് ആണ്, അങ്ങനെ ഏത് അറബിക് രാജ്യങ്ങളിൽ, ഇസ്ലാമിക് രാജ്യങ്ങളിൽ. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ റെലവൻസ് ഏതാണ്? എക്സ് മുസ്ലിമിനല്ല. ഇവിടെ ബോധമുള്ള മുസ്ലിം ആവുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ വിഷയങ്ങളെല്ലാം തിരിച്ചറിയുന്നൊരു മുസ്ലിം ആവുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മുസ്ലിങ്ങളെ ഇത് അറിയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും മറ്റുള്ള രീതിയിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ അവരെ അത് അറിയിച്ചുകൊണ്ട് അവരെ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചില BJPയുടെ വേണ്ടപ്പെട്ട നേതാക്കളോട് തന്നെ നമ്മൾ നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, ഈ എക്സ് മുസ്ലിങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഓക്കെ എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞ എക്സ് മുസ്ലിം അത് നമുക്ക് യോജിപ്പുള്ള സാധനമല്ല ഇതാണ് അവർ പറയാറ്. അവർ പറയുന്നതിന് ഞാൻ അതിനോട് യോജിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവരാണ് സത്യത്തിൽ ഈ വിഷയത്തിൻ്റെ മറ്റൊരു വശം എനിക്ക് പറഞ്ഞു തന്നത്. കാരണം ഇതൊരു നെഗറ്റീവായിട്ടുള്ളൊരു സംഗതിയാണ്. ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു സാധനം ഒരു പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്ന പോലെ മുസ്ലിം എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു പോളാണത്. ഇന്ത്യയിൽ അത്
വില പോവില്ല എന്ന് മാത്രമല്ല, അതിനെ ആര് പൊക്കി പിടിച്ചാലും ആ പൊക്കി പിടിച്ച ആളുകളുടെ അവസ്ഥയും കൂടി പരിതാപകരമാവും. ഇതാണ് പ്രശ്നം. കാരണം ഇതൊരു നെഗറ്റീവ് സംഭവമാണ്, ഈ മതവിമർശനം എന്നൊക്കെയുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മളെ ചേകനൂർ മൗലവിയൊക്കെ ഉണ്ടായിരുന്ന പോലെ ഒരു ഇസ്ലാമിനകത്തു നിന്ന് റിഫോം ചെയ്യുന്ന ഒരു രീതിയോ അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ബോധമുള്ള മുസ്ലിം എന്നുള്ള രീതിയിലോ നിൽക്കുകയാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ ആളുകൾ വിളിച്ചപ്പോൾ നമ്മളെ ഈ പല ആളുകൾ ഫോണൊക്കെ വിളിച്ച് ചോദിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലൊക്കെ വിളിക്കുന്ന എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുണ്ട്, മീൻസ് മതം ഉപേക്ഷിച്ചു എന്ന് പറയാൻ വേണ്ടി. നമ്മൾ അവരോടൊക്കെ പറയും, നിങ്ങൾ മതം ഉപേക്ഷിച്ചാലും ദയവ് ചെയ്തിട്ട് ഇനി പുറത്ത് പറയരുത്. നിങ്ങൾ കാരണം ഈ ഒരു കാലഘട്ടത്തിൽ അത് പറയാതെ തന്നെ നിന്ന് നിങ്ങളുടെ സർക്കിൾസിൽ ഈ പറയുന്ന ആശയങ്ങൾ കൂടുതൽ മുസ്ലിങ്ങൾക്ക് എത്തിക്കുക. നമ്മൾ പറയുന്ന ഏതായാലും നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ഇനി എക്സ് മുസ്ലിം എന്ന് പ്രഖ്യാപിച്ചാൽ നിങ്ങളെ അവർ ഷട്ട് ഡൗൺ ചെയ്യും. അപ്പോൾ അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂടെയുള്ള മറ്റുള്ള സമൂഹങ്ങളിലേക്ക് ചെറിയ നമ്മൾ ഉത്തരം കൊടുക്കണമെന്നല്ല പറയുന്നത്, നിങ്ങൾ ചെറിയ ഡൗട്ട്സ് ഇട്ട് കൊടുത്താൽ മതി, ബാക്കി അവർ അന്വേഷിച്ചോളൂ. എല്ലാവർക്കും ബുദ്ധിയുണ്ട്, എല്ലാവർക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ട്, അതിനെ നമ്മൾ ഉപയോഗിക്കാം. അല്ലാതെ നമ്മളിങ്ങനെ റെഫറൻസുമായിട്ട് നടന്നിങ്ങനെ വിതരണം ചെയ്ത് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് ചെയ്യാം, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിൽ ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇതെന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം, അതാണ് ശരിക്കും ഇനി അടുത്ത ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജിയുടെ അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് ആ രീതിയിലാണ് പോകുന്നത്. ഇപ്പോൾ ഉള്ള സംഗതിയിൽ ഇപ്പം നമുക്ക് ഏതായാലും ഇനി ഞാൻ തിരിച്ച് മുസ്ലിം ആവുന്നു എന്ന് പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കാൻ പോകില്ല, അതൊരു തക്കിയായിട്ടാണ് ആളുകൾ പറയുള്ളൂ. അപ്പോൾ അതേതായാലും നടക്കില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം മറ്റുള്ള എക്സ് മുസ്ലിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് അതിനുള്ള എംപവർമെൻറ്റ് കൊടുക്കാൻ കഴിയും. അത് പല രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ മുസ്ലിങ്ങളിലേക്ക് ഇത് എക്സ് മുസ്ലിങ്ങളില്ല, അതായത് ക്ലോസറ്റഡ് ആയിട്ടുള്ള എക്സ് മുസ്ലിങ്ങളിലൂടെയാണ് ഇനി കൂടുതൽ മുസ്ലിങ്ങളിലേക്ക് ഇത് എത്തുക. അങ്ങനെ ഇവിടെ ഒരു മാറ്റം വരും. അപ്പോൾ ഇന്ത്യയുടെ പോക്ക്, മുസ്ലിങ്ങളുടെ പോക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാ, ഇപ്പോൾ തന്നെ ലോകത്ത് മുസ്ലിങ്ങൾക്കൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇന്ത്യയാണ്. അത് കൂടുതൽ മികച്ചൊരു സ്വർഗമായിട്ട് മാറുന്നതാണ് ഞാൻ പറയുക. കാരണം അതിന് വലിയ പങ്ക് വഹിക്കുന്നത് ഇവിടുത്തെ എക്സ് മുസ്ലിങ്ങളായിരിക്കുന്നതാണ് ഞാൻ പറയുക. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഇവിടുത്തെ സെക്യുലറിസം തകരുന്നതും അതുപോലെ ഡെമോക്രസി തകരുന്നതൊക്കെയാണ്. ആ തകർച്ചയിൽ തകർച്ച ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് മുസ്ലിം ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിനാണ്. അത് സ്വാതന്ത്ര്യ സമരം മുതൽ നമ്മൾ നോക്കിയാൽ നമ്മൾ കാണുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ ഈ സെക്യുലറിസത്തെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ മുസ്ലിം ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് നമ്മൾ കുറച്ചേ പറ്റൂ. കാരണം മുസ്ലിം ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് വർദ്ധിച്ചാൽ ഇത് മറ്റുള്ള ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിനും കാരണമാകുന്നു എന്നാണ്. കാരണം ഇതിൻ്റെ ചെയിൻ ഓഫ് ആക്ഷനിൽ ആ ചെയിൻ്റെ തുടക്കം എന്താണ് ഒരു ചെയിൻ റിയാക്ഷനായിട്ട് നമ്മൾ കാണുന്നത്. എൻ്റെ തുടക്കം ഈ മുസ്ലിം ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് തന്നെയാണ്. അത് ഓരോ വിദേശ രാജ്യങ്ങളും നിങ്ങൾ എടുത്ത് നോക്കുക, ലോകം മൊത്തം ഇന്ന് റൈറ്റ് വിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ് വിങ് പൊളിറ്റിക്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതൊരു വളരെ മോശമായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ എന്താണ് ഈ റൈറ്റ് വിങ് പൊളിറ്റിക്സ് വർദ്ധിക്കുന്നതിൻ്റെ കാരണം എന്ന് ആരും ചോദിക്കുന്നില്ല. അതിൻ്റെ കാരണം ഈ പറയുന്ന മുസ്ലിം ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ആണ്. എല്ലാത്തിൻ്റെയും ഒരു കോമൺ ഫാക്ടറായിട്ട് നമുക്ക് കാണാൻ കഴിയുക. വർദ്ധിച്ച് വന്ന ഒരു റെഫ്യൂജി ക്രൈസിസും അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള റെഫ്യൂജീസായിട്ട് വന്നിട്ടുള്ള ആളുകൾ വന്നതും അവർ ആ നാടുകളിൽ അതാത് നാടുകളിൽ ഉണ്ടായിരുന്ന നിയമങ്ങളെ തട്ടിമാറ്റിക്കൊണ്ട് അവരുടെ എവിടുന്നാണോ കടന്നു വന്നത് അവിടുത്തെ നിയമങ്ങൾ ഞങ്ങൾക്ക് ഇസ്ലാമിക ഭരണകൂടം സേ നോ ടു ഡെമോക്രസി വി വാണ്ട് ഇസ്ലാം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് വരുന്നു. എന്താണ് ഷെരിയ ഫോർ UK എന്ന് പറയുന്നത്, ഷെരിയ ഫോർ ജർമ്മനി, ഷെരിയ ഫോർ ഫ്രാൻസ്, ഇങ്ങനെ എല്ലാത്തിലും ഷെരിയ നിയമം വേണമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. ഈ വിളിച്ചു പോകുന്ന ആളുകൾ മുഴുവൻ ഒരു കാലത്ത് ഷെരിയ ഭരണത്തിൽ ജീവിച്ച അവിടുത്തെ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള വിഷയം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ പള്ളയിൽ പാട്ടയും കെട്ടി നീന്തി ഈ പറയുന്ന സ്ഥലത്തേക്ക് പലയിടത്തേക്ക് നീന്തി കയറിയത്. എന്നിട്ട് വന്ന് വിശപ്പൊക്കെ മാറിയപ്പോൾ ശരിയാ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സംഭവം വന്ന് അതിൻ്റെ പേരിൽ അവർ അവിടെ ഉണ്ടായിരുന്ന നിയമങ്ങളെ മാറ്റി അവിടെ മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്ന സംഗതിയെ അവർ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവരുടെ നിയമങ്ങൾക്ക് പ്രാമുഖ്യം കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് അവിടെ ഉണ്ടായിരുന്ന നിയമങ്ങളെ മാറ്റുന്ന ഒരു അവസ്ഥ വരികയാണ്. അത് കണ്ട് കുറേ കഴിയുമ്പോൾ അവിടെയുള്ള റൈറ്റ് വിങ്, ഉറങ്ങിക്കിടന്ന റൈറ്റ് വിങ് അവർ ഉണരുകയാണ്. അവിടെ വൈറ്റ് സുപ്രീമസിസവും അതുപോലെ തന്നെ ക്രിസ്ത്യൻ നാഷണലിസവും ആണ് ഇന്നിപ്പോൾ അവിടെ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഹിന്ദുക്കളില്ല. അപ്പോൾ അവിടുത്തെ സംഖ്യകൾ ഈ പറയുന്ന ക്രിസ്ത്യൻ നാഷണലിസ്റ്റുകളാണ്. അവർ ഉയർന്നു വന്ന് ഇന്ന് അവരുടെ പാർട്ടികൾ, നാസികൾ പോലും, നാസി പിന്തലമുറക്കാർ പോലും ഇന്ന് ജർമ്മനിയിൽ വലിയ രീതിയിലേക്ക് വരികയാണ്. ആ രീതിയിൽ വന്ന് മാറി ഇന്ന് അവിടെ ഈ ഒരു അവസ്ഥയിലേക്ക് കുട്ടിച്ചോറാകുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ കാരണം? ഇത് ഇസ്ലാമിക് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. അത് പറഞ്ഞാലേ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻസിലേക്ക് അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ റൈറ്റ് വിങ് ആണോ? അല്ല. സൊല്യൂഷൻ എന്താണ്? ഈ പറയുന്ന സാധനത്തെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഓൾട്ടർനേറ്റീവ് വഴി അല്ലെങ്കിൽ ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയായിട്ടാണ് നമ്മൾ ഈ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കൂട്ടമായിട്ട് ഇവിടെ മാറുന്നത്. അതിന് ഇവിടുത്തെ ഒരു സ്വന്തം ചിന്താ മേഖലയിലുള്ള ആളുകൾ തയ്യാറാവുന്നു. അതിൽ വലിയൊരു പങ്ക് എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളും കൂടി വന്നപ്പോൾ അത് കുറച്ചുകൂടി ശക്തി പ്രാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ മീഡിയ, ഇപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു മീഡിയയാണ് ഈ ജനം TV എന്ന് പറയുന്നത്.
അതേസമയം ഇപ്പോൾ മറ്റു മീഡിയയിലേക്ക് പോകുമ്പോൾ നമ്മളിതിങ്ങനെ പറയുന്നതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ പലപ്പോഴും ഒരു തവണയൊക്കെ വിളിച്ച് പിന്നെ ഒരു ലോങ് ഗ്യാപ്പ് എടുക്കും, ഇല്ലെങ്കിൽ അവർക്ക് വലിയ ക്ഷീണമാണ്. അപ്പോൾ ഒരു തവണയൊക്കെ വിളിക്കുകയുള്ളൂ, പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക്. കാരണം ഇത് നമ്മൾ പറയുമ്പോൾ അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഇതിലെ വിഷയം ഇന്നതാണ്, ഇപ്പോൾ സൂംബ വിഷയത്തിലെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രശ്നം ഇസ്ലാമാണ്. ഇവരുടെ ആവശ്യം ഇസ്ലാം അല്ല, അത് ചില മുസ്ലിങ്ങളുടെ പ്രശ്നമാണ് ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെയല്ല, ഇസ്ലാമിലെ ഹിജാബ് നിയമമാണ് ഇതിൻ്റെ പ്രശ്നം. ഇത് നമ്മൾ പറയും, ഇത് പക്ഷെ ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇത് കേൾക്കുമ്പോൾ അവർക്ക് ഞെട്ടലുണ്ടാവുന്നു, കൊച്ചിപ്പിടുത്തം ഉണ്ടാവുന്നു. ഇതാണ് പ്രശ്നം. നമുക്ക് ആ പ്രശ്നമില്ലല്ലോ, ഇത് നമ്മൾ പറയേണ്ടതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ അവരുടെ ആ സ്ലോഗൻ, അതിനകത്തുള്ള ഒരു സംഗതി വന്നപ്പോൾ സ്ത്രീ പുരുഷ തുല്യത നമ്മൾ അതിന് വേണ്ടിയിട്ട് നിലകൊള്ളും എന്നുള്ളൊരു വാചകം അതിനകത്ത് വരികയാണ്. ഇതിനെതിരെ ഇവിടെ വന്നു സമസ്തയുടെ പ്രതികരണം, അന്നത്തെ ആളുകളുടെ. സ്ത്രീ പുരുഷ തുല്യത വേണ്ടേ? അത് പ്രതികരണം ഈ പറയുന്ന സംഗതിയിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? ഒരു ചോദ്യം അതാണ്. പക്ഷേ നമ്മൾ ചോദിക്കുന്നത് ഒരു ഇസ്ലാമിക സമൂഹത്തിൽ ഒരു കുടുംബശ്രീ ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, കുടുംബശ്രീ ഉണ്ടാവില്ല, പിന്നല്ലേ കുടുംബശ്രീ. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു വലിയ കുഴപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ കാരണം? ഇസ്ലാമിലെ നിയമം അത് അനുവദിക്കുന്നില്ല. ഇനി അങ്ങനെ ഒരു തീട്ടൂരത്തിൻ്റെ ഭാഗമായിട്ട് എന്നാൽ അത് വേണ്ട എന്ന് വെക്കുമെന്ന് വിചാരിക്കാം. അത് നമുക്കങ്ങ് മാറ്റാം. സ്ത്രീ പുരുഷ തുല്യത എന്നുള്ള ആ വാചകം നമുക്കങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചാൽ ഇത് ബാധിക്കുന്ന മുസ്ലിങ്ങളെ മാത്രമാണോ? ഇത് സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഒരു കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ ഇത് എല്ലാ സ്ത്രീകളെയും ബാധിക്കും, മുസ്ലിം സ്ത്രീകളെ മാത്രമല്ല. എന്നാൽ ഇത് മുസ്ലിം സ്ത്രീകൾക്ക് മാത്രം ഉപകാരം ഉണ്ടാക്കുന്ന കാര്യമാണ്, അതുമല്ല, എല്ലാ സ്ത്രീകൾക്കും ഉപകാരം ഉണ്ടാകുന്ന കാര്യമാണ്. ഇത് ഏത് വിഷയം, ഇപ്പോൾ യൂണിഫോം പരിഷ്കരണം, ജെൻഡർ ന്യൂട്രാലിറ്റി, സെക്സ് എഡ്യൂക്കേഷൻ, ഇതുപോലുള്ള സാധനമൊക്കെ വരുമ്പോൾ ഇവർക്കാണ് പ്രശ്നം. മുസ്ലിം ഐഡന്റിറ്റി പൊളിറ്റിക്സ് കൊണ്ടാണെങ്കിൽ സമസ്തയ്ക്കാണൊക്കെ ലീഗിനൊക്കെയാണ് പ്രശ്നം. ഇത് വേണ്ടാന്ന് വെക്കുമ്പോൾ, സെക്സ് എഡ്യൂക്കേഷൻ വേണ്ടാന്ന് വെച്ചാൽ അതിൻ്റെ ദോഷം ആർക്കാണ്? സമൂഹത്തിന് മൊത്തത്തിലാണ്. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ കുഴപ്പം കിടക്കുന്നത്. ഇത് ഇവരുണ്ടാക്കുന്ന പ്രശ്നത്തിൻ്റെ ഒരു വശം അതാണ്. അപ്പോൾ ഇത് മുസ്ലിങ്ങൾക്ക് ആദ്യം ഒരു ബോധം ഉണ്ടാവണം, തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളത്, അതുണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം ബോധമുള്ള മുസ്ലിങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം എക്സ് മുസ്ലിം എന്നുള്ള ഇതിനേക്കാൾ ഉപരിയായിട്ട് ഇത് പറയേണ്ട വേദികൾ പരമാവധി വർദ്ധിപ്പിച്ച് അവരിലേക്ക് ആശയങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. മുസ്ലിങ്ങളല്ലാതെ നമ്മളെങ്ങനെയൊക്കെ എത്രയൊക്കെ തേനും പാലും ഒഴുക്കി പറഞ്ഞാലും ഇവർ ഓടി വന്ന് നമ്മളെ കേൾക്കാനൊന്നും പോകുന്നില്ല. കാരണം അതൊരു ഫിത്തനയാണെന്നാണ് പറയാം. ഓക്കെ, അത് അവരുടെ വിശ്വാസത്തിൽ ഇളക്കം തട്ടിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവർ ഇൻസ്റ്റിങ്റ്റീവായിട്ട് അവരതൊരിക്കലും ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ അവരിലേക്ക് അത് എത്തിക്കാൻ കഴിയും. അതെങ്ങനെയാണ്? അത് പൊതുസമൂഹത്തിലാണ്. ഇതൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം നമ്മളല്ലാതെയുള്ള ആളുകൾ കേൾക്കുമ്പോൾ അവരിലൂടെയാണ് അത് മുസ്ലിം സമൂഹത്തിലേക്ക്. അപ്പോൾ ഇതൊരു മിഡിൽ ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ആ മിഡിൽ ഗ്രൗണ്ടിൽ ഇതുണ്ടാവും. മീഡിയ, സോഷ്യൽ മീഡിയ, അതുപോലെ പൊതുജനങ്ങൾ, അവരിൽ അത് എത്തിക്കഴിയുമ്പോൾ അവരിലൂടെയാണ് മുസ്ലിം. അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുന്നു, നിങ്ങളെ ഒരു ജിഹാദി ആശയമുള്ള ഒരു ആൾ വന്ന് നിങ്ങളോട് ഇസ്ലാമിൻ്റെ മഹത്വം പറയാൻ വേണ്ടി ഇരുന്നു എന്ന് വിചാരിക്കാം. നിങ്ങൾ അടുത്ത വഴിക്ക് തിരിച്ച് ചോദിക്കില്ല പല കാര്യങ്ങളും. നിങ്ങൾക്ക് എവിടുന്ന ഈ വിവരങ്ങൾക്ക് കിട്ടിയത്? മദ്രസയിൽ നിന്നാണോ? അല്ല. ഏതെങ്കിലും മുസ്ലിം ആണോ നിങ്ങൾക്കത് പറഞ്ഞത്? മുസ്ലിം ആരെങ്കിലും ഇത് പറഞ്ഞു തരും? ഇല്ല. അപ്പോൾ ഇത് എവിടുന്നാണ് കിട്ടിയത്? ഇത് ഈ പറയുന്ന മേഖലയിൽ നിന്നാണ്. എക്സ് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ പറയുന്ന വിവരമാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഇതേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇത്ര ചെയ്താൽ മതി. ഇത് പ്രചരിച്ചു കഴിഞ്ഞാൽ ഈ ജിഹാദിത്തർ ഇവിടെ വളരില്ല. പോപ്പുലർ ഫ്രണ്ടുകാർ പോലും ഫേസ് ചെയ്ത പ്രശ്നമാണ് ഞാൻ ഈ പറയുന്നത്. അത്ര തീവ്രമായി നമ്മുടെ നാട്ടിൽ ഒരു ഹോം ഗ്രൗണ്ട് ടെറർ ഔട്ട്ഫിറ്റാണ്. അവർക്ക് പോലും ഫേസ് ചെയ്യേണ്ടി വന്നൊരു പ്രശ്നമാണിത്. എന്നുവെച്ചാൽ റിക്രൂട്ട് ചെയ്യാൻ ആളെ കിട്ടാണ്ടായി, പച്ചയ്ക്ക് പറഞ്ഞാൽ. ഇത് ഈ പറയുന്ന തീവ്രതയൊക്കെ പറഞ്ഞ് അവരിലേക്ക് ആകർഷിക്കാൻ വേണ്ടി നോക്കുമ്പോൾ പോടാ ചെക്ക എന്ന് പറയുന്ന ഒരവസ്ഥ. കുറച്ചൊക്കെ ആരെങ്കിലും വരും, കുറച്ച് കഴിയുമ്പോൾ അവർക്കും മടുക്കും. അങ്ങനെ ഒരു വലിയൊരു കൊഴിഞ്ഞുപോക്ക് അതിനകത്തുണ്ട്. പക്ഷെ ഇപ്പോഴും അതിൻ്റെ കോർ നേതൃത്വമൊക്കെ ഇപ്പോഴും സജീവമായിട്ടുള്ള ആളുകളിൽ ഇപ്പോഴും ഈ പ്രശ്നം അവർ കൊണ്ട് നടക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ ആശയമൊക്കെ. പക്ഷേ റിക്രൂട്ട്മെൻ്റ് ഒന്നും പഴയ പോലെ ഒന്നും നടക്കുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ട് ആളെ വിശ്വസിപ്പിച്ചെടുക്കാനൊന്നും അവർക്ക് സാധിക്കുന്നില്ല. ആളുകൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഇനി വലിയ തോതിൽ ആളുകൾ വന്നാൽ തന്നെ അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ അത്രമാത്രം തീവ്രമായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ നിന്ന് ഷഹീദാവാൻ തോന്നുന്നില്ല എന്ന് മനസ്സിലാക്കി അവർ പോകേണ്ടടത്തേക്ക് പോകുന്നുമുണ്ട്. ഇതാണ് ഇവിടെ നടക്കുന്നത്.